നോക്കാൻ പോകുന്നത് +2 ഇംഗ്ലീഷിലെ ഡേഞ്ചേഴ്സ് ഓഫ് ഡ്രഗ് അബ്യൂസ് എന്ന് പറയുന്ന ഒരു എസ്സേ ആണ്. അപ്പോൾ ഇത് എഴുതിയിരിക്കുന്ന ഡോക്ടർ ഹാഡിൻ ബി ജോൺസ് ആണ്. അപ്പോൾ ഇതിനകത്ത് ഡ്രഗ്സിനെ കുറിച്ചും ഡ്രഗ്സ് അബ്യൂസിനെ കുറിച്ചൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അതിന് മുമ്പ് ഈ ചാപ്റ്ററിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് ചാപ്റ്ററിലേക്ക് നോക്കാം. Drugs have been discovered to prevent and cure physical diseases and reverse the disturbances that occur in some mental illness. Excitement over what drugs can do has led people to believe that any ailment, ineffective or physique, can be relieved by taking a pill. The first sign of nervousness, they try pep pills. Medical journalists and now advertise tranquilizers, amphetamines, and other mood-altering drugs. Doctors prescribe them and the public accepts miracles from them. In such an atmosphere, it is not surprising that drug abuse has spread. അപ്പോൾ ഈ ഡ്രഗ്സ് കണ്ടുപിടിച്ചത് തന്നെ ഈ ഫിസിക്കലായിട്ടുള്ള ഡിസീസസും അങ്ങനെയുള്ള മെൻ്റൽ ഇൽനെസ്സും ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഡ്രഗ്സ് എന്ന് പറയുന്ന സംഭവം കണ്ടുപിടിച്ചത്. അപ്പോൾ പക്ഷേ ഈ ജനങ്ങളിൽ ഡ്രഗ്സിനെ കുറിച്ചൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവുകയും അപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ ഒരു പില്ലെടുക്കുമ്പോൾ അത് തീരും എന്നുള്ളൊരു ബിലീഫ് വരികയും ചെയ്തു. അപ്പോൾ മെഡിക്കൽ ജേർണൽസും അതുപോലെ തന്നെ ഡോക്ടേഴ്സും എല്ലാം ഈ ഡ്രഗ്സിനെ പ്രിസ്ക്രൈബ് ചെയ്യുകയും പബ്ലിക് അതിൽ നിന്നും മിറാക്കിൾസ് എക്സ്പെക്റ്റ് ചെയ്യുകയും ചെയ്തതോടുകൂടി ഡ്രഗ് അബ്യൂസ് ഇൻക്രീസ് ആയി എന്നാണ് അദ്ദേഹം പറയുന്നത്. When people become dependent on drugs to solve their problems, they lose the capacity to deal with life situations through perseverance, self-discipline, and mental effort. It is now often considered naive to expend energy on solving a problem when there is an easy way out. It is a simple step from look what drugs do for me and when I feel depressed to imagine what drugs can do for me when I feel good already. അപ്പോൾ എന്താണ് ഈ ഡ്രഗ്സ് വന്നതോടുകൂടി അവർക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാൻ അവരുടെ കപ്പാസിറ്റി പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള കപ്പാസിറ്റി കുറഞ്ഞു വന്നു. അതായത് പെർസിവറൻസിലൂടെയും സെൽഫ് ഡിസിപ്ലിനിലൂടെയും മെൻ്റൽ എഫേർട്ടിലൂടെയൊക്കെ ആ ഒരു പ്രോബ്ലം സോൾവിങ് കപ്പാസിറ്റിയൊക്കെ കുറഞ്ഞു വന്നു. അങ്ങനെയുള്ള മനുഷ്യൻ്റെ ആയ കഴിവുകൾ വെച്ചുള്ള പ്രോബ്ലം സോൾവിങ് കപ്പാസിറ്റി കുറഞ്ഞു വന്നു. ഡ്രഗ്സ് യൂസ് ചെയ്ത് അതിൻ്റെ ഒരു അത് പ്രോബ്ലത്തിൽ നിന്ന് നമുക്കൊരു റിലീഫ് തരുമെന്നുള്ള തോട്ടിലേക്ക് ആൾക്കാർ മാറി തുടങ്ങി. അപ്പോൾ ഇപ്പോഴത്തെ ചിന്ത എന്താണെന്ന് വെച്ചാൽ ഓക്കെ, ഇപ്പോൾ എന്തെങ്കിലും ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുകയാണെങ്കിൽ ഡ്രഗ്സ് യൂസ് ചെയ്ത് അത് മാറ്റാൻ ശ്രമിക്കുന്നതിനോടൊപ്പം അപ്പോൾ ഞാൻ ആൾറെഡി ഗുഡാണെങ്കിൽ അത് യൂസ് ചെയ്താൽ എങ്ങനെ ഇരിക്കും എന്നുള്ള തോട്ട് ജനങ്ങളിലേക്ക് വന്നു. A distinction must be made, however, between medicines and the sensual drugs. We must not disdain the real and important advances science has made. The history of the medical use of drugs goes back 23 centuries to Hippocrates, the Greek physician who is regarded as the father of medicine. He was the first to recognize that a remedy must take into account not only the symptoms of the disease but also the constitution and habits of the patient. അപ്പോൾ നമ്മൾ ഒരു അതിർവരമ്പ് അല്ലെങ്കിൽ ഒന്ന് വേർതിരിക്കണം. അതായത് മെഡിസിനെയും അതുപോലെ തന്നെ സെൻസസ് ഇവോക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡ്രഗ്സ് സെൻഷ്വൽ ഡ്രഗ്സിനെയും തമ്മിൽ നമ്മളൊരു ഡിവൈഡ് ചെയ്ത് വെക്കണം എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അതുപോലെ തന്നെ നമ്മളൊരിക്കലും സയൻസിൻ്റെ അഡ്വാൻസ്മെൻറ്റിനെ, അപ്പോൾ ഈ ഡ്രഗ്സ് കണ്ടുപിടിച്ചതെന്ന് വെച്ചാൽ സയൻസിൻ്റെ ഒരു നേട്ടം തന്നെയാണ്. അതിനെ നമ്മളൊരിക്കലും കുറച്ച് കാണരുത്, അല്ലെങ്കിൽ അതൊരു മോശമായിട്ട് കാണരുത്. പക്ഷേ നമ്മുടെ അത് യൂസ് ചെയ്യുന്ന രീതിയാണ് മോശമെന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഇപ്പോൾ മെഡിക്കൽ ഫീൽഡിലെ ഡ്രഗ്സിൻ്റെ യൂസേജ് ഏകദേശം ഒരു 23 സെഞ്ച്വറീസ് മുമ്പ് തന്നെ ഗ്രീക്ക് ഫിസീഷ്യനായ ഹിപ്പോക്രറ്റസ് ആണ്, ഫാദർ ഓഫ് മെഡിസിൻ എന്ന് കണക്കാക്കുന്ന ഹിപ്പോക്രറ്റസ് ആണ് ഈ ഡ്രഗ്സ് യൂസേജ് മെഡിക്കൽ ഫീൽഡിലേക്ക് കൊണ്ടുവന്നത്. അദ്ദേഹം പറയുകയുണ്ടായി, ഒരു റെമഡി അല്ലെങ്കിൽ ഒരു മരുന്ന് എന്ന് പറയുന്നത് ആ ഡിസീസിനെയോ ഡിസീസിൻ്റെ സിംറ്റത്തെയോ മാത്രം കണക്കിലെടുത്താൽ പോരാ, ആ പേഷ്യൻറ്റിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനെ അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഹാബിറ്റ്സിനെയൊക്കെ കണക്കാക്കി വേണം നൽകാൻ എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. His principles have come down to us as the dictum that the medicine must specifically suit the disease and the patient. That is, when there is a disorder, only a drug that specifically mitigates that disorder should be used. The drugs should also have restorative effects, or it will unbalance healthy functions of brain and body. The correlative of this principle is that a healthy person cannot benefit from taking a drug. This too comes from Hippocrates, who said persons in good health quickly lose their strength by taking purgative medicines.
അപ്പോൾ നമുക്ക് കാണാം അദ്ദേഹത്തിൻ്റെ പ്രിൻസിപ്പിൾസൊക്കെ ഇപ്പം താഴേക്ക് വരികയാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ ഇന്ന് എന്താണ് നോക്കുന്നത്, ഒരു പേഷ്യൻറ്റിനെ അതുപോലെ തന്നെ ഡിസീസിനെയൊക്കെ സ്യൂട്ട് ചെയ്യുന്ന ഡ്രഗ്സ് മെഡിസിൻസ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ അതെന്താണ്, പലപ്പോഴും ഈ ഡ്രഗ്സിൻ്റെ ക്രമാനുഗതമല്ലാത്ത യൂസേജ് ഒരു ഹെൽത്തി ബോഡിയിൽ തന്നെ മിസ്ഫങ്ഷൻസ് ഉണ്ടാക്കും. അതായത് ബ്രെയിനിനെയും ബോഡിയും തമ്മിലുള്ള കണക്ഷൻ തന്നെ അത് നശിപ്പിക്കാൻ, അല്ലെങ്കിൽ ഒരു ഹെൽത്തി ഫങ്ഷൻ ഉണ്ടാവത്തില്ല. അപ്പോൾ നമ്മൾ ഡ്രഗ്സ് പ്രോപ്പർ അല്ലെങ്കിൽ മെഡിസിൻസ് പ്രോപ്പറായിട്ട് യൂസ് ചെയ്തില്ല എങ്കിൽ. ഇപ്പോൾ ഹിപ്പോക്രൈറ്റസ് പറയുന്നുണ്ട്, ഒരിക്കലും ഒരു ഹെൽത്തി പേഴ്സൺ ഡ്രഗ്സ് യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ മെഡിസിൻസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് വഴി ഒരു മോശം എഫക്റ്റേ ഉണ്ടാകത്തുള്ളൂ. അതായത് അദ്ദേഹം പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്, പേഴ്സൺസ് ഇൻ ഗുഡ് ഹെൽത്ത് ക്വിക്ലി ലൂസ് ദെയർ സ്ട്രെങ്ത് ബൈ ടേക്കിംഗ് പെർഗേറ്റീവ് മെഡിസിൻസ്. അതായത് നല്ല ഹെൽത്തിലിരിക്കുന്ന ഒരാളാണ് ഇങ്ങനെ പെർഗേറ്റീവ് മെഡിസിൻസ് എടുക്കുന്നതെങ്കിൽ എന്ത് സംഭവിക്കും, അയാളുടെ ആ ഹെൽത്ത് നശിച്ചു പോകും. ദ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ മെഡിസിൻ ആൻഡ് സെൻട്രൽ drugs is simple. Essential drugs are those that the body has no need for, but that give the user a strong sense of pleasure. Essential drugs active the brain's pleasure centers. We do not know precisely how they do this, whether they stimulate the pleasure centers directly or activate them through chemical mimicry. In this text, I will refer to both possibilities and stimulations. അപ്പോൾ എന്താണ് അദ്ദേഹം പറയുന്നത്, നമുക്ക് എങ്ങനെ വേർതിരിച്ച് കാണാം, അല്ലെങ്കിൽ സെൻട്രൽ ഡ്രഗ്സിനെ മെഡിസിൻസിനെ എങ്ങനെ വേർതിരിച്ച് കാണാമെന്ന് വെച്ചാൽ, സെൻട്രൽ ഡ്രഗ്സ് എന്ന് പറയുന്ന സംഭവം നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, ബോഡിയുടെ ഒരു പ്ലഷേഴ്സ് ഇവോക്ക് ചെയ്യാനാണ്, അല്ലെങ്കിൽ ഒരു ടൈപ്പ് ഓഫ് ഒരു ഫീലിങ്സ് ഇവോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സെൻട്രൽ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നത്. ആ സെൻട്രൽ ഡ്രഗ്സ് യൂസ് ചെയ്യുമ്പോൾ അത് ബോഡിക്ക് യാതൊരുവിധ യൂസുള്ളൊരു സംഭവമല്ല, എന്ത് ചെയ്യും, പ്ലഷേഴ്സിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. അപ്പോൾ ഇത് രണ്ട് രീതിയിലുള്ള കറക്റ്റായിട്ട് എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് അറിയത്തില്ല, പക്ഷേ രണ്ട് രീതിയിലുള്ള പോസിബിലിറ്റീസ് ഇദ്ദേഹം പറയുന്നുണ്ട്. ഒന്ന് എന്താണ്, അത് ഡയറക്റ്റായിട്ട് പ്ലഷർ സെൻറ്റേഴ്സിൽ പോയിട്ട് ആ ബ്രെയിനിൻ്റെ പ്ലഷർ സെൻറ്റേഴ്സിൽ പോയിട്ട് ആ പ്ലഷർ ഇവോക്ക് ചെയ്യുന്നു. രണ്ടാമത് എന്താണ്, കെമിക്കൽ മിമിക്രി വഴി, അല്ലെങ്കിൽ എന്തെങ്കിലും മിമിക്രി കാണിച്ച്, അല്ലെങ്കിൽ ബ്രെയിനിനെ തെറ്റിദ്ധരിപ്പിച്ച് ആ പ്ലഷേഴ്സിനെ ഇവോക്ക് ചെയ്യുന്നു. അപ്പോൾ ഈ രണ്ട് പോസിബിലിറ്റീസ് ഇദ്ദേഹം ഡിസ്കസ് ചെയ്യുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. The brain governs sensations, moods, thoughts and actions not by a magical process, but by an incredibly complex series of chemically regulated controls. They are easily upset by central drugs. This disturbance is apparent in the effect of the central drugs on the mechanism that control pleasure and satisfaction. A drug user's craving for the drug continues, but he feels less and less satisfaction. His brain's pleasure reflexes seem to be weakened by artificial stimulations. In severe addiction, the pleasure mechanism fails to respond to drug stimulation. The drug then imparts only relative relief from misery and suspends the illness of withdrawal. Information from the senses still reaches brain, but the brain is unable to evaluate the information and interpret it as pleasurable. In contrast, naturally attained pleasures enlarge the sense of satisfaction and can be repeated indefinitely. അപ്പോൾ എന്താണ് പറയുന്നത്, ഇപ്പോൾ നമ്മുടെ ബ്രെയിനാണ് ഈ നമ്മുടെ സെൻസസിനെയും മൂഡിനെയും തോട്ടിനെയും ആക്ഷനെയും എല്ലാം ഗവേൺ ചെയ്യുന്നത് നമ്മുടെ ബ്രെയിനാണ്. അപ്പോൾ ബ്രെയിനാണ് ഇതൊക്കെ തീരുമാനിക്കുന്നത്, നമ്മുടെ എന്താണ് നമ്മുടെ അടുത്ത ആക്ഷൻ എന്നൊക്കെയുള്ളത് തീരുമാനിക്കുന്നത് നമ്മുടെ ബ്രെയിനാണ്. പക്ഷേ ഈ സെൻട്രൽ ഡ്രഗ്സ് യൂസ് ചെയ്യുന്ന വഴി അത് ആ ബ്രെയിനിൻ്റെ ആ പ്രവർത്തനത്തിനെ പെട്ടെന്ന് തന്നെ ഡിസ്റ്റർബ് ചെയ്തിട്ട് ഈ സെൻട്രൽ ഡ്രഗ്സിൻ്റെ ആക്ഷൻ വഴി ആദ്യമൊക്കെ സാറ്റിസ്ഫാക്ഷനും പ്ലഷറും ഒക്കെ കിട്ടുമെങ്കിലും അത് പിന്നീട് യൂസ് ചെയ്ത് വരുമ്പോൾ അതിൻ്റെ എഫക്റ്റ് കുറഞ്ഞു വരികയും ലെസ് സാറ്റിസ്ഫാക്ഷനായിട്ട് മാറുകയും ചെയ്യും. അപ്പോൾ അതുവഴി എന്താണ്, ആൾക്കാരെ കൂടുതൽ കൺസ്യൂം ചെയ്യുക, അവസാനം ഒരു വല്ലാത്തൊരവസ്ഥയിലേക്ക്, ബ്രെയിനിന് കൃത്യമായിട്ടും മെസ്സേജുകൾ എടുക്കാൻ പറ്റാത്ത ഒരു വല്ലാത്തൊരവസ്ഥയിലേക്ക് പിന്നീട് ശരീരം മാറുകയും ചെയ്യും. പക്ഷേ ഇത് നാച്ചുറലായിട്ടുണ്ടാകുന്ന പ്ലഷറാണെങ്കിൽ അത് നാച്ചുറലി ക്രിയേറ്റ് ചെയ്യുമ്പോൾ ബ്രെയിൻ തന്നെ തീരുമാനിച്ച് ചെയ്യുന്നതുകൊണ്ട് അതിന് ഒരു കുഴപ്പം, അത് അങ്ങനെയാണ് സംഭവിക്കുന്നത്, കുഴപ്പമില്ല. പക്ഷേ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്, ആർട്ടിഫിഷ്യലായിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നത് വഴി ആ ബ്രെയിനിൻ്റെ ശേഷി നശിക്കുകയും കൃത്യമായിട്ട് ബോഡിക്ക് ഒരു മെക്കാനിസം തന്നെ നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യും. Ultimately, the sensory deprivation of the drug addicts manifests itself in a general feeling of physical discomfort and its personality changes. The addict feels depressed and fails to respond either to his environment or to other people. His mental disturbance can be quite similar to a paranoia. He cannot discern the source of his problem and looks for the cause in everything but himself. Anything external is suspect.
He draws further and further into himself. The addict often feels people are looking at him strangely. One told me that he wasn't sure when people smiled at him that they were not really laughing. The addict can even lose his sense of being alive. He feels dead inside. One rehabilitated heroin addict described his sensory deprivation to me. Looking out of the window, he said, "The sun is shining, the flowers are in bloom. I know these are the signs of good, but pressing his chest, I don't feel it in here." I have seen addicts habitually press their fingers deep into their arms or legs as if to reassure themselves of their own reality. This craving for lost sensation explains in the part addict need to continue to seek drug instead of drug induced sensations. അപ്പോൾ ഡ്രഗ്സ് ഓവറായിട്ട് യൂസ് ചെയ്യുന്ന വഴി എന്താണ് ഒരു ആൾക്ക് ഒരുപാട് ചേഞ്ചസ് സംഭവിക്കാം. അതായത് പേഴ്സണാലിറ്റിയിലും ഫിസിക്കൽ ഡിസ്കംഫോർട്ട് അങ്ങനെ ഒരുപാട് ചേഞ്ചസ് സംഭവിക്കാം. അപ്പോൾ നമ്മുടെ എൻവയോൺമെൻറ്റിനോടും നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരുടെ അടുത്തൊക്കെ നമ്മൾ റെസ്പോണ്ട് ചെയ്യാൻ വരെ നമ്മൾ ഫെയിലായി പോകും. അതായത് ഇപ്പോൾ ഒരാൾ നമ്മളെ നോക്കി ചിരിക്കുകയാണെങ്കിൽ അത് നമ്മളെ കളിയാക്കി ചിരിക്കുന്നതാണോ നേരെ ചിരിക്കുന്നതാണോ കണ്ട സന്തോഷത്തിൽ ചിരിക്കുകയാണോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. നമുക്ക് ഉള്ളിൽ ഒരു കൺഫ്യൂസിങ് ആയിട്ട് നമ്മൾ മാറിപ്പോകും. അതിൻ്റെ കൂടെ തന്നെ എന്താണ് നമ്മൾ കൂടുതൽ നമ്മുടെ എൻവയോൺമെൻറ്റിൽ നമ്മുടെ ചുറ്റുപാടിൽ നിന്നൊക്കെ നമ്മൾ ഉൾവലിഞ്ഞ് നമ്മളിലേക്ക് മാത്രമായി പോവുകയും ചെയ്യും. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരാൾ പറയുന്നുണ്ട്, എന്താണ് ഒരു ഹെറോയിൻ അഡിക്റ്റ് ആയിട്ടുള്ള ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ജനലിൽ കൂടി നോക്കിയാണ് എനിക്ക് സൂര്യൻ ഷൈൻ ചെയ്യുന്ന കാണാൻ പറ്റും, പൂക്കൾ പൂവിടുന്നത് കാണാൻ പറ്റും. അതെല്ലാം നല്ല കാര്യങ്ങൾ തന്നെയാണ്, ഒരു നല്ല ദിവസത്തിൻ്റെ സൂചനകൾ തന്നെയാണ്. പക്ഷേ അദ്ദേഹം നെഞ്ചിത്തൊട്ട് പറഞ്ഞു, എനിക്ക് പക്ഷേ അതെൻ്റെ ഉള്ളിൽ ഫീൽ ചെയ്യുന്നില്ല. അതായത് ഒരാൾ ഡെഡ് ഇൻസൈഡ് ആയി പോകും, അല്ലെങ്കിൽ അയാൾ ഉള്ളിൽ മരിച്ചു കഴിഞ്ഞിരിക്കും, അങ്ങനെയുള്ളൊരു സംഭവത്തിലേക്ക് പോകും. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് അവർ വീണ്ടും എന്തിലേക്ക് പോകും, ഈ ആർട്ടിഫിഷ്യലി അല്ലെങ്കിൽ ഡ്രഗ് ഇൻഡ്യൂസ്ഡ് സെൻസേഷൻസിലേക്ക് അവരുടെ മനസ്സ് വീണ്ടും പോയിക്കൊണ്ടേയിരിക്കും. If drugs offered a safe form of pleasure, there might be few objections to using them. However, the claims that they are safe must be recognized as fake in the face of the known consequence of continued drug use. Real dangers exist, although the drug user often assumes they do not, because the harmful side effects are not immediately apparent. Possible results range from incidental delirious effects to death from overdose. The dangers that lie between extremes are the degeneration of health and the depletion of brain function. Drugs, after all, act directly on the brain and cause mental mechanism to respond abnormally. The risks are great for the persistent user. In particular, there is the danger that he will not do himself a great deal of harm before the warning symptoms occur. ഇപ്പോൾ ഇദ്ദേഹം പറയുന്നുണ്ട്, ഇപ്പോൾ ഡ്രഗ്സ് യൂസേജ് സേഫ് ആയിരുന്നു എങ്കിൽ ആൾക്കാരതിൽ അധികം ഒബ്ജക്ഷൻസ് ഉണ്ടാകത്തില്ലായിരുന്നു. പക്ഷേ ഇത് ഒരിക്കലും സേഫ് അല്ല. ഇത് ഇങ്ങനെ ഒറ്റ തവണ തന്നെ ഓവർഡോസ് ചെയ്യുമ്പോൾ തന്നെ ഇയാൾ ചിലപ്പോൾ മരിച്ചു പോകാൻ സാധ്യതയുണ്ട്. അതിൻ്റെ കൂടെ സ്ഥിരം യൂസ് ചെയ്യുമ്പോൾ ഈ അത് ഒരുപാട് പ്രശ്നങ്ങൾ, അതായത് ബ്രെയിനിന് പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ട്, ബോഡി മെക്കാനിസത്തിന് പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ട്, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അയാൾ ഡേഞ്ചറിലേക്ക് തന്നെ അയാളുടെ ലൈഫ് പോകാൻ സാധ്യതയുണ്ട്. ബ്രെയിനിൻ്റെ ഫംഗ്ഷൻ തന്നെ നോർമൽ ആയിരിക്കണമെന്നില്ല. അപ്പോൾ അയാൾ അബ്നോർമലായിട്ട് റെസ്പോണ്ട് ചെയ്യാം. ഒരുപാട് പ്രശ്നങ്ങൾ പിന്നീട് ഭാവിയിലും ഉണ്ടാകാം. കാരണം ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു ലക്ഷണം കാണിച്ചില്ലെങ്കിൽ തന്നെയും പിന്നീട് ഒരുപാട് പ്രശ്നങ്ങൾ അതിൻ്റെ പേരിൽ ഉണ്ടാകും. Drug-related health disorders are many and varied. Dirty needles and solutions used to injecting drugs can cause abscess in the arms and veins, liver diseases, venereal diseases, and infection of the kidney and brain. Sniffing cocaine and amphetamines can damage the tissues of the nose, and marijuana and tobacco smoking can cause lung diseases. Heavy use of alcohol, volatile solvents, amphetamines, and more marijuana may find their livers are permanently damaged. Babies and women addicted to the opiates are likely to be born addicted and to suffer from withdrawal symptoms. Cocaine and amphetamines can cause hair to fall out. Recent research has indicated that marijuana can damage cells. A drug user's way of life makes him more susceptible to pneumonia, tuberculosis, malnutrition, and weight loss. Finally, an overdose of any of the essential drugs can lead to respiratory or cardiac failure and death. ഇപ്പോൾ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അടുത്ത ഈ ഡ്രഗ്സ് യൂസേജ് വഴി ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. ഇപ്പോൾ ഡേർട്ടി നീഡിൽസൊക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ
ഈ വെയിൻസിനോ ആംസിനോ ഒക്കെ എന്താണ് അബ്സസ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ലിവർ ഡിസീസ്, വെനറൽ ഡിസീസ്, ഇൻഫെക്ഷൻസ്, കിഡ്നിയിലും ബ്രെയിനിലൊക്കെ ഇൻഫെക്ഷൻസ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഇനി സ്നിഫിങ് കൊക്കെയിൻസും ആംഫെറ്റമിൻസ് യൂസ് ചെയ്യുന്ന വഴി ഈ നോസിലെ ടിഷ്യൂവിനൊക്കെ പ്രോബ്ലം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. മരിജുവാനയും ടൊബാക്കോ യൂസ് ചെയ്യുന്ന വഴി ലങ് ഡിസീസ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ആൽക്കഹോളും വോളറ്റൈൽ സോൾവൻസും ആംഫെറ്റമിൻസും ഒരു മരിജുവാന അതൊക്കെ യൂസ് ചെയ്യുന്ന വഴി എന്താണ് ലിവർ പെർമനൻ്റ് ആയിട്ട് ഡാമേജ് ആയി പോകാൻ ചാൻസ് ഉണ്ട്. ഇനി ഓപ്പിയറ്റ്സ് ഉപയോഗിക്കുന്ന വിമൻസിൻ്റെ കുട്ടികൾക്ക് എന്ത് സംഭവിക്കും? അവർക്ക് വിഡ്രോവൽ സിംറ്റംസ് ഉണ്ടാവും. കൊക്കെയിനും ആംഫെറ്റമിൻസും ഹെയർ ഫോളിന് കാരണമാവും, നല്ല രീതിയിലുള്ള ഹെയർ ഫോളിന് കാരണമാവും. മരിജുവാന എന്താണ് സെല്ലുകളെ ഡാമേജ് ചെയ്യും. അതുപോലെ തന്നെ ഈ ഇങ്ങനെയുള്ള യൂസേജേഴ്സ് എന്ത് സംഭവിക്കും? ന്യൂമോണിയ, ട്യൂബർകുലോസിസ്, മാൽ ന്യൂട്രീഷൻ, അങ്ങനെ വെയിറ്റ് ലോസ്, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളിൽ അകപ്പെടാനും ചാൻസ് ഉണ്ട്. ഇതിന് പുറമെ കാർഡിയാക് റെസ്പിറേറ്ററി ഫെയിലിയർ ഉണ്ടായി അവരുടെ ഡെത്തിന് വരെ അവസാനം ഈ ഓവർഡോസും കാരണമാകും. Essential drugs affect the chemistry of the brain cells. Cell functions is carried out by thousands of enzymes acting within each cell. Depending on how the cell chemistry adds up, the cell either reinforces or shifts the dominance of cell pathway and hookups. Each exposure of the cell to psychoactive drugs somehow alters their chemistry. Toxic chemicals can easily upset the delicate chemical balance of the brain's intricate system of communication. They may also damage cell tissues. Toxic effects may be transitory or permanent depending on cell damage. അപ്പോൾ ഇദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു കാര്യത്തിൽ ഒരു ബ്രെയിൻ സെല്ലിൽ ഒരുപാട് കെമിക്കൽ കമ്പോണൻസ് ഉണ്ട്, അതായത് തൗസൻഡ്സ് ഓഫ് എൻസൈംസ് ഉണ്ട്. അപ്പോൾ നമ്മളൊരു സെൻട്രൽ ഡ്രഗ്സ് യൂസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ ഇതിൻ്റെ ബാലൻസ് തെറ്റുകയും പല ടോക്സിക് കെമിക്കൽസ് കലരുകയും കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം തന്നെ നിലയ്ക്കുകയും ചെയ്യും. അതായത് നമുക്കിപ്പോൾ കൈ അനക്കണമെന്നുണ്ട്, പക്ഷേ കൈ അനക്കാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള ബ്രെയിൻ ബോഡിയിൽ അകത്തുള്ള കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, പുറത്തേക്കുള്ള കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എല്ലാം അവസാനം ഒരു താറുമാറാകും. അപ്പോൾ ഇതെന്താണ് അവസാനം പെർമനൻ്റ് ആയിട്ട് സെൽ ഡാമേജിലേക്ക് തന്നെ ഇത് കൊണ്ടെത്തിക്കും. ദ ആർട്ടിക്കിൾ ഫോക്കസസ് ഓൺ the effects of drugs on the brain. This is not to minimize the effects on the other parts of the brain, other parts of the body, for these can sometimes be more debilitating. Damage to the brain, however, is the most subtle, most often unrecognized and least understood consequence of drug abuse. അപ്പോൾ ഇതെന്താണ് ഈ ആർട്ടിക്കിൾ ഫോക്കസ് ചെയ്യുന്നത്? ഡ്രഗ്സിൻ്റെ അബ്യൂസ് കാരണം ബ്രെയിൻ ഉണ്ടാകുന്ന പ്രോബ്ലമാണ്. അതായത് ഇദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹം കോൺസെൻട്രേറ്റ് ചെയ്ത് ബ്രെയിൻ ഉണ്ടാകുന്ന പ്രോബ്ലത്തിലാണ്. ഒരുപാട് ബോഡി പാർട്സിന് ഇങ്ങനത്തെ പ്രോബ്ലംസ് ഉണ്ടാകും, പക്ഷേ ഇദ്ദേഹം കോൺസെൻട്രേറ്റ് ചെയ്ത് ബ്രെയിൻ ഉണ്ടാകുന്ന പ്രോബ്ലംസിലാണ്. അപ്പോൾ ബ്രെയിൻ എന്തൊക്കെ പ്രോബ്ലം ഉണ്ടാകും? ബ്രെയിനിൻ്റെ ഡാമേജ് ഉണ്ടാകും. അതായത് പക്ഷേ ഇതൊക്കെയാണ് ഈ ബ്രെയിൻ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാവാം എങ്കിലും കൂടിയും ഇതൊക്കെ അൺറെക്കഗ്നൈസ്ഡ് ആണ്. അതായത് ഒരുപാട് പേര് ഈ ബ്രെയിൻ ഉണ്ടാകുന്ന പ്രോബ്ലംസ് ഒന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ചാപ്റ്റർ. താങ്ക് യു.